പ്രഭാഷകൻ 51 അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. കൃതജ്ഞതാ ഗീതം. കർത്താവും രാജാവുമായവനെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ രക്ഷകനും ദൈവവുമായി അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു. അവിടുന്ന് എന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകന്റെ വലയിൽ നിന്ന് വ്യാജം പറയുന്നു എന്റെ ചുണ്ടുകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരിക്കുന്നവരിൽ നിന്ന്, എന്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന്, ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യവും നാമത്തിന്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊടുക്കാതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടെ എന്നെ രക്ഷിച്ചു. പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടെ എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടടുത്തു. എന്റെ ജീവൻ പാതാളത്തിന്റെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തു നിന്നും അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവെ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം മനസ്സിലാച്ചു. പണ്ട് മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് എന്റെ പ്രാർത്ഥനകൾ ഉയർന്നു. മരണത്തിൽ മോചിതനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുത് എന്ന് എന്റെ നാഥനും പിതാവുമായ കർത്താവിനോട് അപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്വസ്ത്രങ്ങൾ ആലപിക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രമിച്ചു. അവിടെ എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പേ ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ദേവാലയത്തിന് മുമ്പിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ അവളെ തേടും. മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പുഴുക്കുന്നത് വരെ എന്റെ ഹൃദയം അവളെ ആനന്ദിച്ചു. ഞാൻ നേരിയ പാതയിൽ ചരിച്ചു. യവന മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു. അല്പം ശ്രദ്ധയോടെ എനിക്ക് അവളെ ലഭിച്ചു. ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു. അതിൽ ഞാൻ മുന്നേറി. എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു. നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. തൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ചുള്ള എന്റെ അവജ്ഞതയെ പ്രതി വിലപിച്ചു. ഞാൻ എന്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവ് നൽകി. അത് ഉപയോഗിച്ച് ഞാൻ അവളത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ. അവർ എന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി അവളെ നേടുക. അവൾക്ക് മുഖത്തിന്റെ കരുത്ത് ചായച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കുക. അത് സമീപത്ത് തന്നെ ഉണ്ട്. ഞാൻ കുറച്ച് അധ്വാനിച്ചുള്ളൂ. എനിക്ക് ഏറെ വിശ്രമം കിട്ടിയെന്ന് കാണുവിൻ. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണ്ണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിക്കാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിന് മുൻപ് ജോലി പൂർത്തിയാക്കുവിൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഈ വാക്യത്തിന് മുമ്പ് താഴെ വരുന്ന ഭാഗം കൂടി ചില കൈയെഴുത്ത് പ്രതികളിൽ കാണുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സ്തുതിയർഹനായ ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ പാലകനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. തന്റെ നഗരവും ആലയവും നിർമ്മിച്ചവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ദാവീദിന്റെ ഭവനത്തിൽ ഒരു മുള നൽകിയവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സദോക്കിന്റെ പുത്രന്മാരെ പുരോഹിതന്മാരായി തെരഞ്ഞെടുക്കുന്നവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അബ്രഹാമത്തിന്റെ പരിചയായവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസഹാക്കിന്റെ അപേക്ഷകയായവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. യാക്കോബിന്റെ ശക്തനായവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സിയോനെ തിരഞ്ഞെടുക്കുന്നവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. രാജാനെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അവിടുന്ന് തന്റെ ജനത്തെ തന്റെ ഭക്തന്മാരുടെ ഇസ്രായേൽ മക്കളുടെയും തന്നോട് ഒട്ടി നിൽക്കുന്ന ജനത്തിന്റെ അഭിമാനത്തെ ഉയർത്തുന്നു. അല്ലേലൂയ. ദൈവമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.